ആയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് എന്താണ്, നമ്മളെ ചെരുപ്പിനോട് ഭയങ്കര ബഹുമാനാണ്. സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. പിന്നെ നമ്മളെയും ആരും ചവിട്ടണേന്ന് അവിടെ കൊണ്ടുവച്ചില്ല. എന്നിട്ട് നമ്മളെങ്ങനെ നടന്നു വരിക അറിയോ? ഈ കണ്ട ചെരുപ്പുകളുമൊക്കെ കൂടെ ചവിട്ടിയിട്ട് പള്ളിക്ക് പോകും. റൈറ്റ്? അങ്ങനെ ഉണ്ടോ? നിങ്ങൾ കാട്ടില്ലെങ്കിൽ അങ്ങനെ ആരും കാട്ടുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? ഉണ്ട്. സ്വാർത്ഥതയാണ് ഇത്. അതിന്റെ അർത്ഥം ഇത് വലിയൊരു സബുൽമൂപിക്കാത്തതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നമ്മളെ ചെരുപ്പും ആരെങ്കിലും ചവിട്ടണിട്ടുണ്ടെങ്കിൽ അത് സബുൽമൂപിക്കാത്തതാണ് അല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ ഉണ്ടാവും. ഇത് നമ്മുടെ സ്വാധീനമാണ്, മനുഷ്യന്മാരുടെ സ്വാർത്ഥതയാണ്. ഒന്നുകൂടി നോക്കാം. ഇപ്പൊ നിങ്ങളൊരു പരിപാടിക്ക് പോയി. ഇപ്പൊ ഈ പരിപാടിയുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വന്നു വിചാരിക്കാം. പത്രത്തിൽ വന്നാൽ ഈ പരിപാടിയുടെ ഇങ്ങോട്ട് നോക്കട്ടോ, വെള്ളം കൊടുക്കണില്ലേ? വൈൻഡേഴ്സ് ഉഷാറാണ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പരിപാടിയുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വന്നാൽ ഈ സദസ്സിന്റെ ഫോട്ടോ ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ഉസ്താദുമാര്, നമ്മള് സ്റ്റേറ്റ് പ്രസിഡന്റ് അടക്കമുള്ള ഉസ്താദുമാര് സ്റ്റേജിലുണ്ടാവും. എന്നാലും നമ്മൾ ചിലപ്പോ ആദ്യം തന്നെ ഒരു ഫോട്ടോ കിട്ടി നമ്മൾ നോക്കി എന്താണ് അതിന്റെ ഇടയിൽ നമ്മൾ അപ്പോഴാവും എന്തോ ഒരു ആ ബോക്സിന്റെ മറവിൽ. എന്നിട്ട് നമ്മൾ ഒപ്പുള്ളവരോട് പറയും ഇതിന്റെ ബാക്കിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, സമാധാനമാണ്. ഇത് നമ്മുടെ സ്വാർത്ഥതയാണ്. നമുക്കുണ്ടാവും, എല്ലാ ആളുകൾക്കുണ്ടാവും. ഇത് വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ടോ? അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ അതിങ്ങനെ വലുതായി വരുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അവിടെ നിൽക്കട്ടെ. അപ്പൊ സംസാരം അങ്ങനെയാണ്. അടുത്തത് ഞാൻ വിശദീകരിക്കേണ്ട സംഗതികളാണ് ഓരോന്നും. എന്നാലും ഞാൻ എല്ലാ ഭാഗമൊന്നും പറഞ്ഞു പോകാനുള്ളത്. സംസാരം ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നന്നാവും. മറ്റൊന്ന് പറയാനുള്ളത്, സംസാരം അങ്ങനെയൊക്കെയാണ്. ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമുണ്ട്. എവിടുന്ന് മുതലാ വ്യക്തിത്വം തുടങ്ങണ്ടേ? ഫസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞു, ആദ്യമായി നമ്മുടെ വ്യക്തിത്വം തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. ഒരാള് കുടുംബത്തിൽ നല്ല വ്യക്തിയാണോ, അദ്ദേഹം നാട്ടിൽ നല്ല വ്യക്തിയാണ്. അങ്ങനെയാണ്. പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും പുറത്ത് എത്തിച്ചേരും. കുടുംബത്തിൽ എങ്ങനെ നല്ല വ്യക്തിയാവില്ലേ? അതിന് നമ്മൾ ആലോചിക്കേണ്ടതിന്റെ വിദ്യാർത്ഥികളും വലിയ ആളുകളും കുട്ടികളും ഒക്കെ കൂടെ ഇരിക്കുന്ന ഒരു സദസ്സ് എന്നുള്ള നിലക്കും പബ്ലിക് ആണ് എന്നുള്ള നിലക്കും മൈക്ക് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള നിലക്കുമാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകുന്നത്. കുടുംബത്തിൽ നിന്ന് എങ്ങനെയാ വ്യക്തിത്വം തുടങ്ങിയത്? കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? പറഞ്ഞോ, ആരാണ്? കുടുംബനാഥൻ. അതായത് റേഷൻ കാർഡിൽ ഇപ്പൊ മാറി, ഇപ്പൊ കുടുംബനാഥയാണ് അല്ലേ? ഇനി റേഷൻ കാർഡ് ഒഴിവാക്കാൻ നിൽക്കണ്ട. വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വീട്ടിലത്തെ ആ ഒരു പിതാവ് അല്ലെങ്കിൽ ഉപ്പ, വല്യപ്പാവാം, അങ്ങനെ ഉണ്ടാവും. ഏതായാലും ആ പ്രധാനപ്പെട്ട ആ വ്യക്തിത്വം ഉണ്ടല്ലോ, അതൊരു മുതലാണ് അല്ലേ? അതൊരു മുതലാണ്. ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ നിന്ന് വ്യക്തിത്വം തുടങ്ങണം എന്ന് പറഞ്ഞതിന് നമുക്കൊക്കെ കുടുംബത്തിൽ വ്യക്തിത്വം ഉണ്ടോ എന്ന് ആദ്യം സ്വന്തം ആലോചിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഭയങ്കര സ്വാധീനമാണ് ആണോ? കുടുംബക്കാരും പറഞ്ഞല്ലോ ഉണ്ടോ? അതിന്റെ സമാധാനം. ഞാൻ സത്യം പറഞ്ഞ കുടുംബത്തിൽ ഭയങ്കര സ്വാധീനല്ലേ അല്ലേ? നിങ്ങൾ പറഞ്ഞോളി, ഇവിടെ കാര്യങ്ങളൊന്നും കാട്ടുക ആണ്. അൽഹംദുലില്ലാ, നിങ്ങൾക്കൊക്കെ കുടുംബത്തിൽ ഭയങ്കര സ്വാധീനല്ലേ അല്ലേ? ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കണ്ടല്ലോ. ആണ്, കുടുംബത്തിൽ ഭയങ്കര സ്വാധീനമാണ്. എന്നാൽ എങ്ങനെയാ കുടുംബത്തിൽ സ്വാധീനം നോക്കല്? കുടുംബത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ രക്ഷിതാവ് വെല്ലിപ്പ ഉണ്ടെങ്കിൽ ആ വെല്ലിപ്പ അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. കയറി വരുമ്പോ എന്താ സംഭവിക്കുന്നത്? വീട്ടില് കുറെ മക്കളുണ്ടാവും. ഏട്ടന്റെ മക്കള്, അനിയന്റെ മക്കള്, ഇവരൊക്കെ ഓടെ കളിക്കുന്നുണ്ടാവും. ഒരു വീട്ടിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം എന്ന് പറയുന്നത് വീട്ടിലെ കുട്ടികളാണ്. ഉറപ്പല്ലേ? ആ കുട്ടികൾ ഉണ്ടാവുമ്പോ നമ്മൾ കുറെ ചൂടാവും, കച്ചറൊക്കെ ഉണ്ടാക്കും. 2 ദിവസം ഇല്ലെങ്കിലാണ് ആ വീട്ടിലെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ഈ വീട്ടിലെ ഉപ്പ അല്ലെങ്കിൽ വെല്ലിപ്പ പുറത്തു പോയിട്ട് ഇങ്ങനെ വരികയാണ്. അസറൊക്കെ നിസ്കരിച്ചിട്ട് 5:30 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ വെല്ലിപ്പ ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തിത്വത്തിനനുസരിച്ച് ആ കുട്ടികളുടെ സ്വഭാവം മാറും. ആ വെല്ലിപ്പ ഒരു ഭീകരനാവും ചിലപ്പോ. അപ്പൊ ഉടൻ വീട്ടിലത്തെ വലിയ ജ്യേഷ്ഠന്റെ മോൻ ഉണ്ടാവും. ഓൻ കുറച്ച് ഈ കുട്ടികളിലേക്ക് ഇങ്ങനെ മേച്ച് നടക്കുന്ന ഒരാളാണ്. ഒരു 5-6 വയസ്സൊക്കെ. ഓൻ പറയും, വാപ്പ വരുന്നുണ്ട്, പുലിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ മാതിരി വാപ്പ വരുന്നുണ്ട്. അന്നേക്ക് ഒരുത്തൻ നേരെ അപ്പുറത്ത് കൂടെ അങ്ങോട്ട് പോയി, ഈ പറയപ്പെട്ട ആള് നേരെ വേറൊരു സൈഡിൽ കൂടെ പോയി. ഇവിടെ 2 മിനിറ്റ് കൊണ്ട് എന്തായി? വീട് ശാന്തമായി, വെല്ലിപ്പാക്ക് റാഹത്തായി. നിന്റെ നിറം കണ്ടാൽ വീട്ടിലത്തെ ഫുൾ കുട്ടികൾ എന്ത് ചെയ്യും? അവിടെ റെഡി ആയിരിക്കും. ഭയങ്കര വ്യക്തിത്വമാണത് അല്ലേ? നിങ്ങൾക്ക് തോന്നില്ലേ? ഭയങ്കര വ്യക്തിത്വമാണ്. കാരണം എന്താണ്? എല്ലാവർക്കും പേടിയാണ് വെല്ലിപ്പാന്ന് പറഞ്ഞിട്ട്. വെല്ലിപ്പാന്ന് കേട്ടപ്പോഴേക്കും എല്ലാവരും എന്തായി? ക്ലിയർ ആയി. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന്. ഈ വെല്ലിപ്പൻ എന്ത് കാട്ടിയിട്ടും കാര്യമില്ല, അയാളുടെ വ്യക്തിത്വം മോശമാണ്. ജനങ്ങളുടെ ഇടയിൽ വ്യക്തിത്വം മോശമായ ആൾക്ക് പിന്നെ അള്ളാന്റെ ഇടയിൽ പറയാനില്ലല്ലോ. ഉറപ്പല്ലേ? അല്ലേ? ആണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കണമെന്നൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോ ആണെന്ന് പറയാ,
അല്ലെങ്കിൽ അല്ലാന്ന് വരാ. ഇനി പറയാൻ സൗകര്യം ഇല്ലെങ്കിൽ അത് പറയാം. ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല, നിങ്ങൾ പ്രസംഗിക്കാനുള്ള പ്രസംഗിച്ച് പോയിക്കോളി, എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ചോദിക്കാം. അപ്പൊ ഒന്നാമത്തെ സംഭവം, ആ പറയപ്പെട്ട വെല്ലിപ്പ, ആ വീട്ടിലുള്ള ആള്. ഇത് വെല്ലിപ്പാട് മാത്രല്ല, ജ്യേഷ്ഠൻ അനുജന്മാര് തമ്മിൽ ചിലപ്പം വീട്ടിൽ രണ്ടാൾക്കാരുണ്ടോ ജ്യേഷ്ഠ അനിയന്മാര്. വീട്ടിലേക്ക് ഇങ്ങനെ അനിയ ഇങ്ങനെ കയറി ചെല്ലുമ്പോ ജ്യേഷ്ഠൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവും. നല്ല വ്യക്തിത്വം അല്ല എങ്കിൽ ജ്യേഷ്ഠൻ അനിയനെ കാണുമ്പോ എന്താ പറഞ്ഞേ, എവിടുക്കാ പരിപാടി, അങ്ങനെ ഉണ്ടാവും. നേരെ മറിച്ച് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളുകളല്ലേ ഇവര് തമ്മിൽ സംസാരിക്കാം, നല്ല രൂപത്തിൽ സംസാരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഇവര് ഒന്ന്. രണ്ട്, പിന്നെ കുടുംബജീവിതത്തിലേക്ക് കയറേണ്ട ആവശ്യമില്ല, കാരണം അങ്ങോട്ടൊക്കെ കൂടുതൽ സംസാരിക്കേണ്ടതാണ്. വീട്ടിലുള്ള ആരാണെങ്കിലും ആ ബന്ധങ്ങൾ കൃത്യമായിട്ട് കൊണ്ട് നടക്കാൻ കഴിയും ഈ പറയപ്പെട്ടതുപോലെ തന്നെ വ്യക്തിത്വം ഉള്ള ആളുകൾക്ക്. ഒന്നാമത്, അപ്പൊ വീട്ടിലെ നമ്മുടെ വ്യക്തികൾ നന്നായിരിക്കണം. വീട്ടിലെ വ്യക്തിത്വം നന്നായിരിക്കേണ്ട എന്താണ്? വിദ്യാർത്ഥികൾക്ക് എങ്ങനെ വീട്ടിൽ വ്യക്തിത്വം നന്നാക്കാൻ പറ്റുക? ഉദാഹരണം, ഈ രണ്ട് കുട്ടികളെ മാത്രമേ മുന്നിൽ പെട്ടതുപോലെ ആ കുടുങ്ങിയിട്ടുണ്ടാകും. അപ്പോ ഉദാഹരണത്തിന് ഈ കുട്ടി അല്ലെങ്കിൽ അവൻ വ്യക്തിത്വം നന്നാക്കേണ്ടത് അവന്റെ ഉമ്മയുടെ, അവന്റെ ഏട്ടന്റെ, അവന്റെ ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പിലാണ്. എങ്ങനെ നന്നാക്കല്? പറയപ്പെട്ടതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വീട്ടിലെ വ്യക്തിത്വം ഭയങ്കരമായിരിക്കും. ഉപ്പ ഗൾഫിലുള്ള ആളുകള് ഉപ്പ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ വ്യക്തിത്വം മാറ്റാൻ തുടങ്ങും, ഐഡിയ ഉണ്ടാകും. പതുക്കെ പതുക്കെ ഉമ്മാനോട് കമ്പനിയാവും. അങ്ങനെയാണോ? അല്ലേ? ഉമ്മാനോട് കമ്പനിയാവും. ഉമ്മ ഇപ്പൊ വരുന്നുണ്ട് കാരണം ഒന്നുകൂടി സ്ട്രോങ് ആവും. ഇപ്പൊ അങ്ങനെ വന്നു കിട്ടിയിട്ടുണ്ട്, കളിക്കാൻ പോണില്ലേ, ഇങ്ങോട്ട് ചോദിക്കണം, ഉണ്ടായിരുന്നാണ് അല്ല പോയിക്കണ 4 മണി ഓല് വിളിക്കുന്നുണ്ട്, ഞാൻ പോണില്ല, അല്ലെങ്കിൽ പോയിക്കോ. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയൊക്കെ നമുക്ക് വ്യക്തിത്വം നന്നാക്കാൻ പറ്റും. ഉമ്മമാരുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഏട്ടന്മാരുടെ ഇടയിലാണെങ്കിലും ഇവിടെയൊക്കെ നല്ല സ്വഭാവത്തിൽ പോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കുടുംബം അവിടെ നിൽക്കട്ടെ, നമുക്ക് ബന്ധങ്ങളുണ്ട്. ആരൊക്കെയാണ് ബന്ധങ്ങൾ? വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന് കാര്യമായിട്ട് അവൻക്ക് കണക്ഷനുള്ള ടീം ഒന്ന് അവന്റെ ഫ്രണ്ട്സ്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം ടീനേജുകാരാണ്. അവരെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് തന്നെയാണ്. കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടൈമാണ്. ഞാൻ വീണ്ടും പറയുന്നു, വ്യത്യസ്ത ഏജ് ഗ്രൂപ്പ് ഒക്കെ ഉള്ളവർ കൊണ്ട് എന്നോട് ക്ഷമിക്കണം. എന്നാലും ടീനേജുകാരെ സംബന്ധിച്ചിടത്തോളം അവര് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഫ്രണ്ട്സിനാണ്. 2ാം സ്ഥാനമാണ് അവർ പാരന്റ്സിന് കൊടുക്കുന്നുള്ളൂ. 3ാം സ്ഥാനമാണ് അധ്യാപകർക്ക് കൊടുക്കുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയല്ലേ? ഞാൻ പറഞ്ഞ കേൾക്കണില്ലേ? ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫ്രണ്ട്സിനല്ലേ? സ്കൂള് പൂട്ടിയോ? ടെൻഷൻ ഉണ്ടായിരുന്നില്ല സ്കൂള് പൂട്ടുമ്പോ? ഉണ്ടായിരുന്നു. സ്കൂള് പൂട്ടിയ ടെൻഷൻ നിങ്ങൾ വിചാരിക്കും എന്താണ്? പഠനത്തോടുള്ള അത്യാർത്ഥ്യം ഉണ്ടാണെന്ന്. അതൊന്നല്ലല്ലോ. ആ പരിപാടിയല്ലേ. അപ്പോ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവര് ബന്ധപ്പെടുന്നത് ഫ്രണ്ട്സിനോടാണ്. അതന്നെ ഏത് ഫ്രണ്ട്സിനോടാ? അത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതിനെ അത് ഏത് ഫ്രണ്ട്സ്, ഏത് ടൈപ്സ് ഓഫ് ഫ്രണ്ട്സ്? ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ഞാൻ ഈ കുട്ടികളെ മാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ഒരു കുട്ടിയുടെ ശരിക്ക് സൈക്കോളജി നമുക്ക് പഠിക്കാൻ പറ്റും. അവരുടെ ഏറ്റവും ഫ്രണ്ട്സിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം. അവരോടൊന്ന് ചോദിക്കട്ടെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പറയടാ. 2 ആൾക്കാർ പേര്, ഫസൽ മുജീബ്. ഫസൽ മുജീബ് ഇവിടെ ഇല്ലല്ലോ. അല്ല, ഒരു വിഷയം അറിഞ്ഞിക്കണോ വെച്ചിട്ടാണേ. വല്ല ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിക്കണോ? ഈ ഫസലും മുജീബും വീട്ടിൽ വന്ന അമ്മാടെയും വീട്ടുകാരെയും പ്രതികരണം എങ്ങനെ? നല്ല സ്വീകരണമാണ്, ബെസ്റ്റ്, കുഴപ്പമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാല്, നമുക്ക് ഒരു കാര്യം വീട്ടുകാർക്ക് മനസ്സിലായിക്കണോ, ഫസലും മുജീബ് ഏതായാലും അല്ല, ഫസലും മുജീബും കാരണം ഏതായാലും ഇപ്പം കേടയില്ല എന്നുള്ള മനസ്സിലാക്കണം. ഇന്നേരം ഓപ്പോസിറ്റ് ആയിട്ട് വീട്ടുകാരെ സംശയിച്ചാലുള്ളൂ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ടീനേജുകാരുടെ, വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അവരുടെ ഏറ്റവും അവർക്ക് വേണ്ടപ്പെട്ടത് ഫ്രണ്ട്സിനെയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, എന്നോട് ദേഷ്യം പിടിക്കരുത്, അധ്യാപകരുടെ ദേഷ്യല്ലേ? അല്ല, സത്യം പറഞ്ഞ അതിൽ തന്നെ ഇഷ്ടപ്പെട്ട അധ്യാപകരുണ്ടാവും. ഉണ്ടോ? ഉണ്ട്. ക്ലാസ്സിൽ വന്നാൽ ചൂടാവില്ലല്ലോ, ഉപദേശിക്കൂലല്ലോ. ഉപദേശിക്കുന്ന അധ്യാപക സ്കൂളിലുണ്ടോ? കണ്ണിനേരെ കണ്ടുവിടല്ലോ. എനിക്ക് സംഭവം മനസ്സിലായിണ്ടാവും. അതായത് ഈ സംഗതി ഒന്നും തീരെ താല്പര്യമില്ലാത്ത ടീമാണ് ടീനേജുകാർ. കുറ്റം പറയല്ല. അതായത് ഉപദേശം എന്ന് പറഞ്ഞ സംഭവം
ചില ഉപ്പമാര് ഭയങ്കര കമ്പനിയാവും മക്കള്. കാരണം എന്താണ്, ഉപ്പ ഒന്നും ഉപദേശിക്കൂല, ഒരു കുഴപ്പമില്ല, അജ്ജ് പോയിക്കണം, ഫോൺ വേണം വാങ്ങിക്കോ, എനിക്ക് ഇന്റർനെറ്റിലൂടെ കിട്ടാൻ പറ്റുക, അങ്ങനത്തെ പറഞ്ഞ ഭയങ്കര കമ്പനിയാവും. ഉമ്മാട് ഭയങ്കര ദേഷ്യമാവും. കാരണം എന്താണ്, ഉമ്മ ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോ പഠിക്കുന്ന നിങ്ങൾ എന്തിനാ ഈ വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കുന്നത്? അപ്പൊ ഉമ്മാട് നിങ്ങളോ ഇങ്ങനെ ആയിപ്പോയി, വാപ്പാനെങ്കിലും നന്നാക്കിക്കൂടെ, അങ്ങനെ ചിന്താഗതികൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപദേശിക്കുന്ന ഒരു ടീമിനും കണ്ടുകൂടാ, ഉറപ്പല്ലേ. ഞാൻ ഇവരോട് കുറ്റം പറയാം, എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉപദേശിക്കണേ. ചില മാഷന്മാരുണ്ടാവും ക്ലാസ്സിൽ വന്നിട്ട് കുറെ വയലിന് പറയും മക്കളെ പഠിച്ചോളി. അപ്പൊ അത് ഞങ്ങൾക്ക് അറിയില്ലെങ്ങായേ, എന്നാലും പിന്നെയും പറയും പഠിച്ചോളി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ ടീം ക്ലാസ്സിക്ക് വരുന്നത് ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. ചില ഉപ്പമാരുണ്ടാകും, ഉപ്പമാര് വന്നാൽ അല്ലെങ്കിൽ വലിയ ഏട്ടന്മാരുണ്ടാവും ചില കുട്ടികളുടെ, ഇവിടെ വന്നാൽ തുടങ്ങും ഞങ്ങളൊന്നും പഠിക്കണ കാലത്ത് ഇതൊന്നും പറഞ്ഞു തരാൻ ആരുണ്ടാകുന്നില്ല, ആ ഉങ്ങളൊക്കെ ഒരു ഭാഗ്യം. നേരെ തിരിച്ചു വയ്ക്കണം. കാരണം എന്താണ്, നമ്മളെ അയിമയുടെ കുടുങ്ങിയത് പറഞ്ഞുതരാൻ ആള് കൂടിയിട്ട്. ഇങ്ങനെ കാര്യങ്ങള് ജ്യേഷ്ഠന്മാര് പറയും ഞാനോ ഇങ്ങനായി, ഇതെങ്കിലും ഒന്ന് നേരാവ്, നമുക്കൊന്നും നന്നായിക്കൂടാന്നില്ല, എന്നോടൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലും കൂടെയാണ് നമ്മളുടെ ടീനേജുകാരി എന്നുള്ളതാണ്. ഏതായിരുന്നാലും ആവട്ടെ, ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗമാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ട് ആളുകൾ. ഏത് ടീമിനെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് എടുക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പിൽ വെച്ച് എനിക്ക് നൽകേണ്ട സന്ദേശം ഇതാണ്. ഏറ്റവും നമ്മൾ കണക്ഷൻ ഉള്ളത് ഫ്രണ്ട്സ് ആണ്. ഏത് ഫ്രണ്ട്സിനാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാണ്. ഫ്രണ്ട്സ് ഏത് രൂപത്തിലാണോ, ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ദുന്യാവിൽ ആരെ സ്നേഹിച്ചോ അവരുടെ കൂടെ നിങ്ങൾ ആഖിറത്തിൽ ഉണ്ടാകുന്നില്ല. അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അതിന് പറ്റിയ ആൾക്കാരാണ്. അത് പത്തിലായാലും വേണ്ടില്ല, മുജീബായാലും വേണ്ടില്ല. മനസ്സിലായില്ലേ? ഓൻ രണ്ടോളം എടുക്കാൻ പോകണമെന്ന് ഏകദേശം ഞാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ രൂപത്തിൽ നമുക്കും പോകാൻ പറ്റും. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ പറയണേ, ഇവിടെ ഫ്രണ്ട്സ് ആരെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ എങ്ങനെ ആലോചിക്കലേ അറിയും. എന്റെ ഫ്രണ്ട്സിനെ എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ പരിചയപ്പെടുത്താൻ എനിക്കൊരു മടിയില്ല. മനസ്സിലായോ? എന്റെ ഫ്രണ്ട്സിനെ എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ, അതുപോലെ തന്നെ എന്റെ അധ്യാപകരുടെ മുമ്പിൽ, എന്റെ വെൽവിഷേഴ്സിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല എന്ന് പറയാൻ. അങ്ങനത്തെ ആളുകളാണെങ്കിൽ ആ ഫ്രണ്ട്സ് ഓക്കെയാണ്. എന്റെ ഫ്രണ്ട്സിനെ ആൾക്കാരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവോ? ഉപ്പയുടെ ഉമ്മയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവോ? അധ്യാപകരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവോ? ഒരു പേടിയില്ലല്ലോ. ഇല്ല. എന്റെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് ഒന്ന് തരുമോ? ഓർമ്മയില്ലാന്നോ? അല്ല, ഇത് പ്രശ്നമാണ്. ഇവിടെ കുറ്റം പറയട്ടെ, ഞാൻ എല്ലാരെയും സ്വഭാവം തന്നെയാണ്. നമ്മൾക്ക് എന്ത് ചോദിക്കാണ്, എന്റെ ഫ്രണ്ട്സിനെ കാരുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞാലും ഇത് ചോദിക്കാണ്. എന്താ ഫേസ്ബുക്കിന്റെ വാട്സപ്പിന്റെ ഒക്കെ കോഡുകൾ അല്ലെങ്കിൽ ഏതാണെങ്കിലും അത് തരൂല. കാരണം എന്താ അറിയുന്നത്, അവരുടെ ഫ്രണ്ട്സിനെ മറ്റൊരു ഇതിന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അന്റെ കാര്യമില്ല നമ്മൾ പറയണ കേട്ടോ. അങ്ങനെ പ്രശ്നമാക്കണ്ട. ഞാൻ എല്ലാവരും കൂടി ഓന്റെ നേരെ എടുക്കും വേണ്ട. എല്ലാവരുടെയും അവസ്ഥ അതാണ്, അല്ലേ? ഈ ഫ്രണ്ട്സ് ആരാവണം എന്നാണ് ചോദ്യം. ആരാവണം എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആരാണ് എന്നുള്ളത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എല്ലാ ആളുകളെയും ഫ്രണ്ട്സ് ആക്കാം. അത് തന്നെ വിദ്യാർത്ഥികളുടെ വിഭാഗങ്ങൾ, കുട്ടികളുടെ വിഭാഗങ്ങൾ 2, 3, 4 കാറ്റഗറികളുണ്ട് ഫ്രണ്ട്സിനെ സ്വീകരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ശരിയായ ഈ ഫ്രണ്ട്സ്, ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് നന്നായി കൂട്ടണം എന്നാഗ്രഹമുണ്ട്. കുറെ ആളുകളെ ഉണ്ടാക്കി തീർക്കണം എന്നാഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവൻ ചെയ്യും. ആരൊക്കെ നോക്കുക, കിട്ടുന്നിടത്തൊക്കെ. ഉദാഹരണത്തിന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈവിട്ടില്ല, മോശമൊന്നുമില്ല പറഞ്ഞാല്. സമാധാനം. ഇഞ്ഞും പോകും ഏകദേശം അത്താഴ്ച. വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഡെവലപ്മെന്റ് ഉണ്ട്. തിരിഞ്ഞു ചോദിക്കണില്ല, അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെ? ഏതായിരുന്നാലും ഞാൻ പറഞ്ഞത്, ഫ്രണ്ട്സിനെ ഒരുപാട് വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും. ഫേസ്ബുക്കിൽ 5000 കംപ്ലീറ്റ് ആയാല് ഇല്ലേ? ഫേസ്ബുക്കിൽ 5000 കംപ്ലീറ്റ് ആയാലില്ലേ? മോശമാണ് അങ്ങനെ പറഞ്ഞാല്. റൈറ്റ്, വെരി ഗുഡ്. അല്ല, ഫേസ്ബുക്കിൽ 5000 കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങളെ നോക്കാനാണ് ഉണ്ടാവും. ഏതായാലും ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം എന്താന്ന് വെച്ചാല് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഏരിയ വൈഡ് ആക്കണം എന്നുള്ളത്.
അതിനു വേണ്ടിയിട്ട് പല മേഖലയിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ അവർ തയ്യാറാവും. അതിനു വേണ്ടിയിട്ടാണ് അവർ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നതും കണ്ട ആളുകൾക്കൊക്കെ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അവൻ തന്നെ അതിലെ കാറ്റഗറി ആണെന്ന്. ചെറിയ കുട്ടിയാണ്, ടീനേജുകാരനാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ആളുകളുടെ ഫ്രണ്ട്സ് കിട്ടുക എന്നുള്ളത് അവനക്കൊരു ക്രെഡിറ്റ് ആണ്. എന്റെ കൂട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ പറയും, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവിടെ SI ആണ്, അങ്ങനെയൊക്കെ പറയും. അവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് ടീമിനെ, അതായത് ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഗേൾസ് കമ്പനി ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യം ആയിട്ട് തോന്നും. ഇത് രണ്ടും അപകടമാണ്, വലിയ ആളുകളാണെന്നുണ്ടെങ്കിലും ഗേൾസ് ആണ് എന്നുണ്ടെങ്കിലും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവൻ ശരിക്ക് ഫ്രണ്ട്സ് ആകാൻ അവൻക്ക് അവകാശമുള്ളത് അവന്റെ സമപ്രായക്കാരെ മാത്രമാണ്. ഞാൻ പ്രാകൃതമായി ചിന്തിക്കുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഫ്രണ്ട്സ് ആക്കേണ്ടത് അവന്റെ പ്രായക്കാരെ തന്നെയാണ്. ഇന്നലെ സ്ഥാപനത്തിൽ ചെറിയൊരു കേസ് പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ചെന്ന് സംസാരിച്ചപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോ ഇല്ല അങ്ങനെയൊന്നുമില്ല, എന്താണ് പിന്നെ ഫ്രണ്ട്സ് മാത്രമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എനക്ക് ഫ്രണ്ട്സ് ആവുക എത്ര പെൺകുട്ടികളുണ്ട്, എന്തിനാ ബാക്കിയുള്ള പിന്നാലെ നടക്കണേ? അപ്പൊ എന്താ കംപ്ലൈന്റ് ഇല്ലേ? ഉണ്ട്. അതൊന്നും ഇനി ഞാൻ പറയട്ടെ, അതൊന്നും ഒരു പ്രാകൃതമായി ചിന്തിച്ചു തോന്നണ്ട. അതൊന്നും നല്ല രൂപം അല്ല എന്നുള്ളത് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ വേണമെങ്കിൽ തയ്യാറായിക്കോളൂ. അപ്പൊ ഒന്ന്, അവൻക്ക് ഫ്രണ്ട്സ് ആയിട്ട് വേണ്ടത് അവന്റെ സമപ്രായക്കാർ മാത്രം. ആരൊക്കെയാണ് അതിൽ ആവേണ്ടത്? ഒന്ന്, അവന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ്, മെയിൻ അവന്റെ ക്ലാസ്സിലെ കൂട്ടുകാർ, ഒന്നാമത്തെ കാറ്റഗറി. രണ്ട്, അവന്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കൂട്ടുകാർ, അമ്മാവന്റെ മോൻ, കസിൻ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ അത്. മൂന്നാമത് അവന്റെ നെയ്ബേഴ്സ്. ഈ ടീമിനെ തന്നെയാണ് ഇയാൾക്ക് കമ്പനി ആയിട്ട് കിട്ടുന്നത്. നാലാമതൊരു ചാൻസും കൂടെ ഉണ്ട്. ഇവന്റെ സമാന്തര മേഖലയിലുള്ള ആളുകൾ, ഉദാഹരണത്തിന് ഇവനിപ്പോ ഈ പറയപ്പെട്ടതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു പ്രസ്ഥാനം, ഒരു സംഘടനയാണ്, ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളാണ്, അപ്പൊ ഇതുപോലെ പരിപാടികൾക്കൊന്നും ഇവന്റെ സമപ്രായക്കാരാണ്, അവനോട് അവൻ ഫ്രണ്ടായി, അവനോട് കമ്പനിയായി. അത് നല്ല രൂപത്തിലേക്കാണ്. ഇങ്ങനെ 3ഓ 4ഓ കാറ്റഗറിയിൽ അപ്പുറം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടോ, നിങ്ങൾ വിചാരിക്കണം അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ബാധിക്കുന്നതല്ല. ഉദാഹരണത്തിന് അവന്റെ എന്തെങ്കിലും കാര്യമാണ്, കമ്പനിയാണ്, അവന്റെ കൂടെ നടക്കുന്നത് ആരാണ്? അവൻ വലിയ ആൾക്കാരുടെ കൂടെ നടക്കുന്നത്, അത് തെറ്റാണ്. അവൻ കുറെ പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നത്, അവന്റെ വ്യക്തിത്വത്തിന് അത് മോശമാണ്. ആ രൂപത്തിലാണ് പോകുന്നത്. ഏതായിരുന്നാലും ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കണക്ഷൻ, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്. ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല വ്യക്തിത്വം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രവുമല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദുന്യാവിൽ മാത്രമല്ല നേരെ ആഖിറത്തിലേക്കും കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. രണ്ടാമത്തെ ലോകത്തും അവൻ മരണപ്പെട്ടതിന് ശേഷവും ഉപകാരപ്പെടുന്ന, അതും പറഞ്ഞിട്ടുണ്ട്. നല്ല രൂപത്തിൽ ജീവിച്ച 2 യുവാക്കൾ, അവർക്ക് അർശിന്റെ തണലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലേക്കാണ് പോകേണ്ടത് ഫ്രണ്ട്സ്. വീണ്ടും പറയാണ്, ഈ ഫ്രണ്ട്സ് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, എന്റെ കൂട്ടുകാരൊക്കെയാണ്, ആ കൂട്ടുകാരെങ്ങനെ കണക്ട് ചെയ്തിട്ട് ആലോചിക്കുക എന്തൊക്കെയാണ് അവർ എനിക്ക് ഉപകാരങ്ങൾ ചെയ്തത്, ഞാൻ അവൻക്ക് എന്തൊക്കെയാ ഉപകാരങ്ങൾ ചെയ്തത്. അതിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ, ടാലി ചെയ്ത് നോക്കുമ്പോൾ, നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ മാത്രം ഉണ്ടായ സംഭവങ്ങൾ നോക്കുമ്പോൾ അത് നന്മയാണോ തിന്മയാണോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നന്മയാകുന്നത് എങ്ങനെയാണ്? അവന്റെ പഠനത്തിന് നന്നായി, അവന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് നന്നായി, അത് നന്മയായിട്ടിരിക്കും. ഏതായിരുന്നാലും അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ നമ്മുടെ ബന്ധങ്ങളുള്ളത് നെയ്ബേഴ്സിനോടാണ്. എങ്ങനെയാണ് ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥി ഈ ബന്ധം എങ്ങനെയാ കാത്തു സൂക്ഷിക്കുന്നത്? ഈ ബന്ധം എന്ന് പറഞ്ഞാൽ അയൽവാസിനോട്, നാട്ടുകാരനോട് എങ്ങനെ സൂക്ഷിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ വിദ്യാർത്ഥികളൊക്കെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ മനസ്സിലായോ? ഇടക്കൊന്ന് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളേക്ക് എതിർക്കും ഇല്ലേ? അതായത് പൊതുവെ ഒരു ധാരണയാണ്, ഇപ്പത്തെ ചെക്കന്മാരൊന്നും ശരിയല്ല. അത് ശരിയല്ല പറഞ്ഞേ. പൊതുവെ എല്ലാരും നമ്മളിങ്ങനെ ഒരു ഓപ്പോസിറ്റ് മൈൻഡ് കൊണ്ടല്ലേ കാണല് അല്ലേ? നിങ്ങളെ നാട്ടിലൊക്കെ ചെക്കന്മാർക്ക് ഭയങ്കര സ്ഥാനം,
അങ്ങനെ ചെക്കന്മാരെയാണ് കുഴപ്പമില്ലല്ലോ, നമ്മളെ നാട്ടിലാണ് ഓരോന്നും പറയുമ്പോൾ ശ്രദ്ധിക്കും. അപ്പൊ ഏതായിരുന്നാലും അവർക്ക് ഭയങ്കര സ്ഥാനം ഉണ്ടാവും ചിലടത്ത്. ഇപ്പൊ പള്ളിയിലൊക്കെ നിങ്ങൾക്ക് ചെന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത വെള്ളിയാഴ്ച ഇജ്ജൊക്കെ പാടെ എന്റെ കുട്ടികളൊക്കെ പാടെ കൂട്ടിയിട്ട് പള്ളിയുടെ മുമ്പത്തെ സെഫിലോട് പോയിരിക്കുകയാണ്. എന്താണ്ടാവുക? ഓ അല്ല, നിങ്ങളെ എന്നും ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കും, നിങ്ങള് ജുമാക്ക് നേരത്തെ വരണം, ചെക്കന്മാരൊന്നും ഇവിടെ നേരത്തെ വരുന്നില്ല, അവിടെയൊക്കെയാണ് ഇവിടെയൊക്കെയാണ്. ഒരു വെള്ളിയാഴ്ച വരെ എന്താ ചെയ്തു, ഒരു 11 മണിയായപ്പോ നാട്ടിലത്തെ എല്ലാ ടീമും കൂടിയും കൂടിയിട്ട് അവിടുത്തെ പള്ളിയുടെ കംപ്ലീറ്റ് ആക്കി പോയിട്ട് എന്താണ്ടാവുക? ഒന്ന് പരീക്ഷയൊക്കെ അടുത്ത ആഴ്ച എന്താണ്ടാവുക എന്നല്ല, ചിലപ്പോ അതോടുകൂടെ എന്ത് ചെയ്യും, നിങ്ങൾ വേറെ പള്ളി ഉണ്ടായിക്കൊള്ളി എന്നിട്ട് ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടില്. സത്യത്തിൽ നമ്മളിങ്ങനെ ആവാൻ കാരണാരാ? ഇത് പറഞ്ഞ നമ്മളിങ്ങനെ ആവാൻ കാരണാരാ? ഇങ്ങനെ ആവാൻ കാരണം മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ഒരു പ്രശ്നക്കാരാവാൻ കാരണം അല്ല, കൂട്ടുകാരോടൊക്കെ ഇട്ടെ നമ്മൾ ഈ നാട്ടിലിങ്ങനെ മോശമാകാൻ കാരണം ആരാണ്? നാട്ടുകാരാണ്, രക്ഷിതാക്കളാണ്. ഇത് കേൾക്കണ്ട, ആര് വയസ്സന്മാരൊക്കെ കുറ്റം പോട്ടെ, നമ്മളിങ്ങനെ കാരണം നമ്മൾ തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മോശമാക്കിയാണ്. അതില് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമുക്ക് എപ്പോഴും പ്രശ്നം നമ്മളൊരു വിഷയത്തിന് എടുക്കൂല. അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എന്താണ്, നമ്മൾ ഏതെങ്കിലും 4 ആൾക്കാരോട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് എല്ലാ കാലത്തും ഉണ്ട്, അത് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഈ ന്യൂ ജനറേഷൻ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പൊ നമ്മളോട് ഈ ചൂടാകുന്ന ടീം ഉണ്ടല്ലോ, ഓരൊരു 15 വയസ്സൊക്കെ ആയ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് നോക്കി, നിങ്ങൾ അന്ന് എന്തായിരുന്നു അവസ്ഥ എന്ന്. അന്ന് പിന്നെ ഔത്തെ പള്ളിക്കണ്ടെന്നോ? ഇല്ല, ഒരുപ്പ് വന്നിട്ടുള്ള ഔത്തെ പള്ളിക്ക്. അങ്ങനൊരു കാലത്ത് നമ്മളും പോവും അല്ലെ, അതുവരെ നമ്മൾ കളിച്ചു കിടക്കുക. അങ്ങനെ ആലോചിക്കണ്ട. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് നമുക്ക് കൂട്ടുകാർക്ക്, വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റും, ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കോംപ്ലക്സിന്റെ പ്രശ്നമാണ്. ഈ ഇങ്ങനെ തന്നെയല്ല, എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയല്ല. യുവാക്കൾക്ക് ഒരു 2ാം കിടക്കാരായിട്ടല്ല എല്ലായിടത്തും കാണുന്നത്. നിങ്ങളൊക്കെ ഏതൊരു നാട്ടിലും 1ാം കിടക്കാരായി കാണുന്നുണ്ടോ? ഇല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെ. എന്റെ നാട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ അത് ചെയ്യാൻ പറ്റുക? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് വ്യക്തിത്വം നന്നാക്കാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞൊരു ചെറിയ കോംപ്ലക്സിന്റെ പ്രശ്നം മാത്രമാണ്. ആർക്കാ കോംപ്ലക്സ്? ഈ പറയപ്പെട്ട രക്ഷിതാക്കൾക്ക് ഒരു കോംപ്ലക്സ് ആണ്. അത് ഞങ്ങളെ മെയിൻ ചെയ്യണില്ല. ഇവരൊക്കെ വലിയ ചെക്കന്മാര്, വലിയ ഉഷാറായിട്ട് പോണ്, ഒരു ബൈക്കുമ്പോ സ്പീഡ് പോണ്. എന്താ സ്പീഡ് പോയാൽ ഒരു നഷ്ടം എന്നാലോചിച്ചാൽ മതി. ഒരു ചെറിയത്. അതിനെന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ടീമിനെ നമ്മൾ കയ്യിലെടുക്കാൻ വേണ്ടത്. ഇതെന്തോ ഒരു തട്ടിപ്പ് പഠിപ്പിക്കല്ല കേട്ടോ, നമ്മുടെ വ്യക്തിത്വം നന്നാക്കാനുള്ള പരിപാടിയാണ്. ആ ടീമിനെ കയ്യിലെടുക്കേണ്ടത് എങ്ങനെയാണ്? എനിക്കിപ്പോ ഒരു 18 വയസ്സാണ്. 18 വയസ്സായ ഒരാള്, ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്, നാട്ടിൽ കൂടെ ഞാൻ നടന്നു പോവാണ്. നടന്നു പോകുമ്പോ നമ്മുടെ നാട്ടിലത്തെ ആ പ്രധാനപ്പെട്ട 1-2 രക്ഷിതാക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരടുത്ത് നിന്നിട്ട് അസ്സലാമു അലൈക്കും, എന്താ ഇവിടെ ഇരിക്കണത്, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുക. ആദ്യത്തെ ചോദ്യത്തിൽ ചിലപ്പോൾ അടി കൊള്ളു, ഉറപ്പാണ്. കാരണം ഇത്രയും ദിവസം അങ്ങനെ ബൈക്കുമ്പോ കൂടെ മുമ്പ് പോയിരുന്ന ആള് പെട്ടെന്നുണ്ട് സുഖം തന്നെയല്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമുക്ക് ആ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് അയൽവാസികളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടോണം, അത് നിർബന്ധമാണ്. നമ്മൾ അയൽവാസികളോട് ആരോടൊക്കെ സംസാരിക്കല് നമ്മൾ ആലോചിക്കണം. അയൽവാസികളോട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകളോട് ഏതൊക്കെ രൂപത്തിൽ ആരൊക്കെയാണ് സംസാരിക്കാറുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. നിങ്ങളൊന്ന് നാട്ടിലേക്ക് പോയാല് അവിടെ ആരോടൊക്കെ സംസാരിക്കല്? അയൽവാസികളോട് സംസാരിക്കും, പിന്നെ കൂട്ടുകാരോട് സംസാരിക്കും. ആരെങ്കിലും കാണാൻ മെയിൻ ചെയ്യാതെ പോകലുണ്ട്? ആരോടേല് നാട്ടുകാരുടെ മെയിൻ ചെയ്യാൻ പോയല്ലോ. വെരി ഗുഡ്. അങ്ങനെ പോയാലേ നിങ്ങൾക്ക് ശരിക്കും ഒരു ധാഴിയാകാൻ പറ്റുള്ളൂ. എങ്ങനെ പോയാല്? നാട്ടിലത്തെ എല്ലാ ആളുകളോടും സംസാരിക്കാം. നിങ്ങളുടെ വ്യക്തിത്വമാണ് അല്ലെ? ഇതെന്റെ നാട്ടിലത്തെ ആരോടൊക്കെ പരിചയമുള്ളത്? എന്റെ ഏജിലുള്ളവരോട്. അപ്പൊ അയൽവാസികളോടോ? അടുത്തുള്ളവരോടൊക്കെ വർത്താനം പറയാം. റോട്ടിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോകുമ്പോ അവിടുത്തെ ആൾക്കാരോടെ കണ്ടാലോ ചിരിക്കാറുണ്ടോ? ചിരിക്കും. സ്ഥലം പറയില്ല. ദൂരെന്ന് കാണുമ്പോ ചിരിക്കും, അടുത്തുനിന്ന് കാണുമ്പോഴോ? അയ്യോ വിസ്വാന് സലാം പറയും. സംസാരിക്കലുണ്ടോ? അതെ, വെരി ഗുഡ്. അപ്പൊ നല്ല കുട്ടികളാക്കി മാറ്റുമാറാകട്ടല്ല. ഞാൻ പറഞ്ഞത് ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബന്ധങ്ങൾ, കൂട്ടുകാരെന്ന് പറഞ്ഞല്ലോ, ഈ കൂട്ടുകാരുടെ അതേ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു ടീമാണ് നമ്മുടെ നാട്ടുകാര് എന്നുള്ളത്. അയൽവാസികളെ കണ്ടാല്, എന്റെ നാട്ടിലത്തെ ഒരാള് ഇപ്പൊ സൈതാലിയാക്കാന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിച്ചു, ഇത് നേരെ ചേട്ടൻ അസ്സലാമു അലൈക്കും സൈതാലിയാക്ക, എന്തൊക്കെ വർത്താനം, ഇന്നലെ നിങ്ങളുടെ പള്ളിക്കൊക്കെ കണ്ടില്ലല്ലോ, എന്താ കുഴപ്പം, അജ്ജു വരായിട്ട്
അങ്ങനെ പറയും ചിലപ്പോ. അതിനോട് ആദ്യം റെഡിയാക്കണം. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ അവരോട് ഇടപെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ല സ്ഥാനം തന്നെയാണ്, നല്ല പേര് തന്നെയാണ്. ഇന്റെ നാട്ടിലൊക്കെ, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, നാട്ടിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കംപ്ലീറ്റ് ഉണ്ടാകും ഒരു ഫ്ലെക്സ് ബോർഡ്. എന്താ ഫ്ലെക്സ് ബോർഡ് എന്ന് അറിയോ? ഞങ്ങളുടെ നാട്ടിലത്തെ യുവാക്കളുടെ കല്യാണം മുടക്കാൻ ആരെങ്കിലൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരുട്ടടി കിട്ടുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. മലപ്പുറം ജില്ലത്തെ കുറെ കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ, ഇല്ലേ? മലപ്പുറം ജില്ലക്കാരുടെ നിങ്ങളുടെ നാട്ടിലില്ല അങ്ങനത്തെ ഫ്ലെക്സ് ബോർഡ്? താഴ്ത്തി ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ഇല്ലല്ലോ, ഇവിടെ കല്യാണം മുടക്കണില്ല. ഞങ്ങളുടെ അവിടേക്ക് ആൾക്കാര് ഒരു 25 വയസ്സൊക്കെ ആയാൽ കാണാം പെട്ടെന്ന് പള്ളിക്കൊക്കെ വരാൻ തുടങ്ങും, മദ്രസ കമ്മിറ്റിയിൽ കയറും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, എന്താ ഇപ്പൊ നന്നായിക്കല്ല, എന്താണ്? ഉടൻ പറയും ആളുടെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ നാട്ടിൽ ചെന്നിട്ട്, കാരണം എന്താണ് നാട്ടിൽ ചെന്നിട്ട് എന്താ പ്രശ്നം? അവൻ പോണ മാനസ് കമ്മിറ്റി ഒക്കെയാണ്, പിന്നെ ചർച്ച ചെയ്യൂലല്ലോ. അതുപോലെ തന്നെ ഒരു 22 വയസ്സൊക്കെ ആയ നാട്ടിലത്തെ രക്ഷിതാക്കളോട് ഭയങ്കര കമ്പനിയാവും വരും. ഒരു 25 വയസ്സൊക്കെ ആയ എന്താ കാരണം എന്നറിയും? ഓനോട് വന്നിട്ടാ ചോദിക്കുക എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് ചോദിക്കുമ്പോഴാണ് നമ്മളെ പ്രശ്നം. നിങ്ങളെ പേരെന്താ? സാധിക്കും. നിങ്ങളെ വീട് എവിടെ? വഴിക്കടവ്. വഴിക്കടവിൽ എവിടെയാണ്? മരുതേൽ. ഉൾപ്രദേശമാണ്, ബേജാറാണ്, എനിക്ക് അറിയിക്കാറില്ലേ. മരുതേല് ഞാൻ ചെന്നിട്ട് ചോദിക്കാണ്, ഒരു വണ്ടിയിൽ ചെന്ന്, ഞങ്ങള് ഇവിടെ സ്വാദിക്ക് എന്ന് പറഞ്ഞ ഒരാളിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വന്നാണ്. അതെന്താ പ്രശ്നം? ഒരു കല്യാണാലോചനയാണ്. അതെ, എന്നാ ഒന്നും കൂടി ആലോചിച്ചിട്ട് കേട്ടോ, അങ്ങനെ പറയുള്ളൂ. നിങ്ങളെ കുറ്റൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അത് മതിയില്ലേ, ഞങ്ങൾ വണ്ടി എടുക്കാനൊക്കെ പോരെ, അങ്ങനെ ഉണ്ടാവും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നേരെ മറിച്ച് ആ ഫസ്റ്റത്തെ ചെന്ന് ചോദിക്കൽ തന്നെ സ്വാദിക്കും. ഇവിടുത്തെ സ്വാദിക്കല്ലേ, ആ ആള് തന്നെ ഇപ്പോൾ പള്ളിയിലുണ്ടാവും. അത്ര മതി അവർക്ക്. കാരണം എന്താണ്? ആളെ കുറിച്ചൊരു ഇത് കിട്ടാൻ. ഇപ്പൊ ഇവിടെ വിദ്യാർത്ഥികളോട് പറഞ്ഞ എന്താ വെച്ചാൽ, കല്യാണത്തിന് വേണ്ടി നിങ്ങൾ ആരും പേഴ്സണാലിറ്റി നന്നാക്കണ്ട, അങ്ങനെ ആരും വിചാരിക്കണ്ട. ഏതായിരുന്നാലും നമ്മുടെ വ്യക്തിത്വം നാട്ടിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതിന് ഉദാഹരണങ്ങൾ നമ്മൾ കാണൽ ഇത്തരത്തിലുള്ള സമയങ്ങളിലാണ്. ഏതായിരുന്നാലും നമ്മൾ ഈ പറയപ്പെട്ട ബന്ധങ്ങൾ അത് നമ്മൾ കൃത്യമാക്കി ഉണ്ടാക്കിയെടുക്കുന്നു. ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, അതുപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്പാണ് ഞാൻ പറഞ്ഞത്. ഏതായിരുന്നാലും നമ്മുടെ സംസാരം ഇവരോടൊക്കെ കൃത്യമായിരിക്കണം, ഇവരോടൊക്കെ സ്വഭാവമായിരിക്കണം. ഒരു കാര്യം കൂടെ പറയാണ്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ സംസാരം നന്നാക്കണമെങ്കിൽ ഒരു ഫോർമുല കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരു 5 സ്വഭാവം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. സാധാരണ നമുക്കൊരു സ്വഭാവം ഉണ്ട്, ചില ആളുകൾ ഒരു കാര്യമാണ് അയാളോട് ചെന്നിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഉണ്ടായിരിക്കും ആ ടീം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോംപ്ലക്സ് ഉള്ളതുപോലെ തന്നെ വേറൊരു സ്വഭാവക്കാരാണ് എന്ത്? ഒരാളോട് നമ്മൾ ചെന്ന് സംസാരിച്ചു, അയാളോട് ചെന്ന് സംസാരിച്ച എന്താണ്? അയാളുടെ അടുത്ത് ഒരു ബൈക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ബൈക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ചെന്ന് ചോദിച്ചു, എടാ എന്റെ ബൈക്ക് ഒന്ന് നാളെ തരുമോ? ഇല്ലെങ്കിൽ വേണ്ട. അയാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഒരു 10,000 രൂപ ഈ അടുത്ത തിങ്കളാഴ്ച കിട്ടണം, ഇത് തരുമോ? ഉടൻ തന്നെ ഇയാൾ പറയും, എന്നാ ഞാൻ നോക്കാം, 10,000 അല്ലേ, പിന്നെ പ്രശ്നമാക്കണ്ട, ഞാൻ ശരിയാക്കാം. അങ്ങനെയാണ് പറയാം. ഇവർക്ക് ഈ പറയുമ്പോ തന്നെ അറിയാം തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് 10,000 കിട്ടൂലെന്ന്. മനസ്സിലായില്ല? ഈ പറയുന്ന ആൾക്കെന്നെ അറിയാം, നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാച്ചല്ലോ, 10,000 റുപ്യക്ക് മറ്റന്നാൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല എന്നറിയാം. എന്നാലും ഇവന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി ചെയ്യൂലെന്നോ പറയില്ല. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാവും, എല്ലാവരും ഏറ്റെടുക്കും, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടാവും. അങ്ങനെ 10,000 റുപ്യ ഞാൻ തരാം, പ്രശ്നമാക്കട്ടെ, ഞാൻ നോക്കട്ടെ, ഞാൻ പിന്നെ 1-2 ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇയാൾ എന്ത് ചെയ്യും? 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഉണ്ടാവും വിളിക്കുന്നു, 10,000 കിട്ടാൻ വേണ്ടി മറ്റാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇയാള് ഫോൺ എടുക്കൂല. അങ്ങനെ ഫോൺ വിളിച്ചെടുക്കൂല, ഇടയിലൊന്ന് കട്ടാക്കും, ഇടയിലൊന്ന് ഹലോ എന്നൊക്കെ ചോദിച്ചു നോക്കും. എന്നിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് മറ്റാളാണെങ്കിലോ തിങ്കളാഴ്ച ഇയാൾ തരാന്ന് പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് സാധു വൈകുന്നേരം 5 മണിക്ക് ലാസ്റ്റ് ഇനി ഏതായാലും വേണ്ട ഇവിടെ തെരഞ്ഞു പോകാന്ന് വിചാരിച്ചു ഇയാളെ വീട്ടിൽ വരുമ്പോ കാണാൻ ഇയാളെ പെട്ട്, ഇത് വിളിച്ചിരുന്നല്ലേ, ഞാനേ പിന്നെ പൈസ ഞാൻ നോക്കിയിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല, എന്താ ചെയ്യാ, ഇനിയിപ്പോ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഉടനെ മറ്റാളുടെ ഫുൾ പ്രതീക്ഷയും പോയി, ഇയാളോടുള്ള ബന്ധം എന്തായി? അതോടുകൂടെ പ്രശ്നമാവും. കാരണം എന്താ വെച്ചാൽ എന്നാ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച പറഞ്ഞില്ല പൈസ, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കൂലായിരുന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളോട് ചൂടായിപ്പോയി. ഇതൊരു തരം പേഴ്സണാലിറ്റിയാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഒരാളോട് പറയാൻ കഴിയാത്തൊരു സംഭവം, പറയാൻ കഴിയില്ല, ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള സംഭവം.
വേറെ ടീമിന്റെ പ്രശ്നം എന്താ വെച്ചാല് എല്ലാ വിഷയത്തിലും ചൂടായി കൊണ്ട് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10,000 രൂപയോ എന്റെ വാപ്പന്റെ അടുത്ത് പൈസ ഏൽപ്പിച്ചിട്ടുണ്ടോ 10,000 എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്ന ടീം. ഇവർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, ക്ലിയർ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ. ഒന്ന്, ഒരു സ്വഭാവം ഇയാൾക്ക് ഉണ്ടായിരിക്കണം. എന്ത് സാഹചര്യം വന്നാലും അത് ഡിസ്ക്രൈബ് ചെയ്യണം, അത് വിശദീകരിക്കണം. ഇയാൾ വരികയാണ്, ഇയാൾ വരുമ്പോ ഒറ്റയടിക്കില്ല ഇതിന് പൈസയില്ല, അത് ശരിയല്ലോ 10,000 രൂപ ഉണ്ടല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഇവൻക്ക് ഇവന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കാം, സംഭവം ശരിയാണ്, പക്ഷെ പൈസ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് വിശദീകരിക്കുമ്പോ ഏത് മോഡലിൽ വിശദീകരിക്കണം എന്നുള്ളത് നമ്മളെ ഹിക്മത്ത് പ്രകാരം വിശദീകരിക്കാം. ഉദാഹരണം ചിലവരെ പറ്റി പറയുന്നുണ്ട്, ഓന്റെ അടുത്ത് ഒരു 1000 രൂപ കടം വാങ്ങാൻ തന്നിട്ടുണ്ടെങ്കിൽ 2000 രൂപ അവനക്ക് തിരിച്ച് കൊടുക്കാൻ തോന്നുന്നുള്ളത്. കാരണം എന്താണ്, ഇവൻ കുറെ കാലമായിട്ട് പൈസയെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായി. നമ്മളൊരു സുഹൃത്ത് സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ പറയണ്ടായി, ഒരു ഓഫീസ് ചെന്നിട്ട് അയാൾ ശമ്പളത്തിന്റെ അഡ്വാൻസ് ചോദിച്ചു 2000 രൂപ. 2000 രൂപ ചോദിച്ചപ്പോ മാനേജറുടെ സംസാരം കേട്ടിട്ട് ഇയാളുടെ അടുത്ത് 150 രൂപ വണ്ടിക്ക് എണ്ണടിക്കാണ്ടെന്നോ അയാളെടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വല്ല കുട്ടികളും അപകടത്തിൽ പെടുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ ഈ പൈസ അവിടെ ഇരുന്നോട്ടെ. ഇത് ദേഷ്യം പിടിച്ചിട്ട് ആ പൈസ അവിടെ കൊടുത്തു പോകുന്നു പറഞ്ഞു. അങ്ങനെ ഉണ്ടാവും. ചിലരോട് കടം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പറഞ്ഞത് അത് കൃത്യമായി വിശദീകരിക്കണം. എങ്ങനെ വിശദീകരിക്കേണ്ടത്? സ്വഭാവമാണ്. ഏത് കാര്യമാണെങ്കിലും അതിന്റെ നെഗറ്റീവ് വശങ്ങൾ കംപ്ലീറ്റ് ഇടാൻ ഞാൻ അവിടെ കടം വാങ്ങി ഇവിടെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പറയണമെന്നില്ല. കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുക എന്നുള്ളത്. 2, എക്സ്പ്രഷൻസ്. നമുക്ക് അത് നിർബന്ധമാണ്. നമ്മുടെ ആ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് കാരണവശാലാണ് നമ്മൾ കൊടുക്കാൻ കഴിയാത്തത് എന്നും അതോടുകൂടെ തന്നെ ഇയാൾക്ക് ഈ പൈസ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇയാളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും. ആ വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതും ഇതിവിടെ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ തന്നെ വേണ്ട സംഭവങ്ങളാണ്. എല്ലാ കാര്യത്തിനും വിശദീകരിക്കേണ്ടതുണ്ട്. വിശദീകരണം എല്ലാ കാര്യത്തിനും ആവശ്യമാണ്. ഒരു സംഗതി ചോദിച്ചാൽ, ഒരു സംഭവം ചോദിച്ചാൽ അത് നമ്മുടെ വ്യക്തിത്വത്തിന് നല്ല കാര്യം. ഒരു കാര്യം കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഉദാഹരണമാണ്, ഞാനിപ്പോ ഇങ്ങനെ വാഹനമായിട്ട് വരികയാണ്. വാഹനമായിട്ട് വരുമ്പോ എനിക്ക് ഈ ഭാഗമൊന്നും പരിചയമില്ല. ഞാൻ ഇവിടെ വെച്ചിട്ട് ചോദിച്ചു, ഇവിടെ ഇന്ന സ്ഥലം, ഇപ്പോ ഈ നാദാപുരം ഒരു ഉൾപ്രദേശ സ്ഥലം പറഞ്ഞു. ആ സ്ഥലം പറഞ്ഞിട്ട് നിങ്ങളുടെ നാട് എവിടെയാണ്? ഒരു ഏതെങ്കിലും ഒരു സ്ഥലം. നിങ്ങളുടെ സ്ഥലം വാണിമേൽ. വാണിമേൽ ഞാൻ കേട്ടതാണ്. ഇത് എഴുത്തുകാരൊക്കെ ഉണ്ട് അവിടെ. വാണിമേൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോവാണ്. ഇവിടെ അടുത്തല്ലേ വാണിമേൽ? ഇവിടുന്ന് ഞാൻ ചോദിച്ചു വാണിമേൽ. അപ്പൊ ചോദിക്കുമ്പോ അതിന് മറുപടി വിശദീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ വിശദീകരിക്കല്? ഞാൻ അങ്ങനെ ചോദിക്കാണ്, വാണിമേലിന്റെ 2 കിലോമീറ്റർ പുറത്ത്, ഇവിടുന്ന് വാണിമേൽക്ക് എങ്ങനെ പോവാ? അപ്പോ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. എന്താ അവിടെ? ഞാൻ അവിടെ ഒരാളെ കാണാൻ. ആരെ കാണാന്? അവിടെ ഇന്നൊരാളെ കാണാൻ. മൂപ്പരെങ്ങനെ നിങ്ങൾ പരിചയമോ? ഞാൻ പറഞ്ഞു, ഞങ്ങള് കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നാണ്. അതെവിടെ? മൂപ്പരെവിടെ വർക്ക് ചെയ്തത്? ഇങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞമ്മക്ക് എന്താ തോന്നുക? അങ്ങനെ എന്ത് ചെയ്യും? അയാൾ വിശദീകരിക്കുക. ലാസ്റ്റ് ആള് പറയാൻ തയ്യാറായി. പല രൂപത്തിലാണ്. ആയിക്കോട്ടെ. അപ്പൊ വാണിമേൽക്ക് വഴി അറിയണല്ലേ? ഇവിടെ നേരെ റോഡുണ്ട്. റോഡൊക്കെ വളരെ മോശമാണ്. നിങ്ങളിങ്ങനെ ഓട്ട് ചെയ്തോളി. ഞാൻ കുറെ കാലം ഞങ്ങളൊക്കെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് റോഡ് ഇതുവരെ ശരിയാക്കിയില്ല. കുണ്ടും കുഴി നിറഞ്ഞ റോഡ്, എന്താ ചെയ്യാ? ഞങ്ങൾ കുറെ ആയി. ഇനിയിപ്പോ അങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. അവിടെ വെച്ച് മുമ്പ് രാഷ്ട്രീയ പ്രഭാഷണം ഉണ്ടാവും ഒന്ന്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇയാള് വഴി വിശദീകരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ മതി. പോകുമ്പോ അങ്ങോട്ട് റോഡ് ഉണ്ടാവും. ആ റോഡ് അങ്ങനെ പോയാൽ മറ്റേ സ്ഥലത്തേക്ക് എത്തും. അവിടെ മറ്റേ പരിപാടിയൊക്കെ നടക്കില്ലേ? ആ ഭാഗത്തേക്ക് എത്തും. അവിടേക്ക് എത്തേണ്ട ഒരു കാര്യം എനിക്കില്ല. അപ്പൊ അങ്ങനെ അവിടേക്ക് പോരുത് കേട്ടോ. അവിടേക്ക് പോയാൽ പിന്നെ നമ്മൾ കൊടുക്കും. എന്നിട്ട് പിന്നെ കുറെ ഇവിടെ 2 ജംഗ്ഷൻ ഇങ്ങോട്ടുണ്ട്. ആ ജംഗ്ഷനിലൂടെ പോയാൽ പിന്നെ ആ റോഡ് പിന്നെ അതൊക്കെ ഇടങ്ങനാണ്, അതൊക്കെ നടക്കില്ല, അതൊന്നും ചോദിച്ചു പോണ്ടി വരും. ഇങ്ങനെ ചിലരുണ്ടാവും. നേരെ മറ്റൊരു പറയണം, ഈ റോഡിന് നേരെ പോയിക്കോളി, മെയിൻ റോഡ് നോക്കിയാൽ മതി, ഇന്ന സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്, അവിടെ നമുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് വിശദീകരിക്കുന്നിടത്ത് ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ ഉണ്ടാകും, അതും പ്രശ്നമാണ്. ഏതായിരുന്നാലും അത് നമ്മുടെ ലൈഫിൽ മുഴുവൻ വേണ്ടതാണ്, എല്ലാവരോടും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാമിലിയിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം. നമ്മളിങ്ങനെ സ്കൂളിൽ വന്നിക്കാണ്, വൈകുന്നേരം വന്നപ്പോ എന്തായാലും നേരം വയ്ക്കുന്നത് കളി ഉണ്ടായിരുന്നു ഉമ്മാട്. അപ്പൊ എന്ത് കളി? അവിടെയാണ് പറഞ്ഞത്. ആദ്യം തന്നെ ചോദിച്ച ഉമ്മാട് പറഞ്ഞു, ഇന്ന് സ്കൂളിട്ടപ്പോഴേ നിങ്ങളൊരു കളി ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞു, ഞങ്ങൾ നിന്നു, കഴിഞ്ഞു. ഈ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും വിശദീകരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പലപ്പോഴും അപകടങ്ങൾ പറ്റാറുണ്ട്. ഇത് ജീവിതത്തിൽ വേണ്ടതാണ്. ഇത് ഒന്നുകൂടെ മേലേക്ക് കയറാനാണെങ്കിൽ ഭാര്യയോട് തീരെ വിശദീകരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ആൾക്കാർക്ക്, ഉറപ്പാണ് അല്ലേ? നമ്മളൊന്നങ്ങനെ ആലോചിച്ച് നോക്കി. ഭാര്യ എന്തെങ്കിലും ചോദിച്ചാൽ വിശദീകരിക്കൂല എന്ന്. ഇപ്പൊ ചേരേണ്ട,
അങ്ങനെ വന്ന് സംസാരിക്കലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിലെ ഡിസ്ക്രൈബ്, വിശദീകരണം പ്രധാനപ്പെട്ടതാണ്. ഇമോഷൻ, വികാര പ്രകടനങ്ങൾ നിർബന്ധമാണ്. നേരത്തെ ഈ പറഞ്ഞ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞല്ലോ. വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് ഇഷ്ടം പോലെ. ഉദാഹരണം, ഒരുത്തൻ ഇപ്പൊ ഇയാളോട് ഭയങ്കര കമ്പനിയാണ് ഞാൻ വിചാരിക്കാം. ഒരു ദിവസം മുതൽ അയാള് ഫോൺ വിളിച്ചപ്പോ ഞാൻ എടുക്കണില്ല. പെട്ടെന്ന് ഫോൺ വിളിച്ചപ്പോ എന്തേ മൂപ്പരാകാന്തം മുട്ടി, എന്താ ഇപ്പൊ സംഭവിച്ചത്, എന്താ ഇപ്പൊ എന്റെ അടുത്ത് തെറ്റുപറ്റി, ഏത് പറഞ്ഞിട്ടാണ്? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് സംഗതി ആവശ്യമാണ്. ഒന്ന് വിശദീകരണം കൊടുക്കണം, രണ്ട് വികാരം. അല്ലെങ്കിൽ വേണ്ട, അവൻ എന്നോട് സംസാരിച്ചു, എനിക്ക് അതിൽ ദേഷ്യം പിടിച്ചു വിചാരിക്കാം. ദേഷ്യം പിടിച്ചാൽ ഞാൻ ദേഷ്യം പിടിച്ചതായിട്ട് അറിയിക്കണം, എന്നാലേ അതിൽ വിജയിക്കുള്ളൂ. അവനോട് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നമുക്ക് വികാരം തോന്നുകയാണെങ്കിൽ അത് നമ്മൾ അറിയിക്കണം. എനിക്ക് അതിൽ ഭയങ്കര നീരസമുണ്ട്, ഭയങ്കര ദേഷ്യമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ഉദാഹരണം, ഇപ്പോ ഞാനിങ്ങനെ നിൽക്കുമ്പോ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നു വിചാരിക്കാം, വേണ്ട വന്നാലും കുഴപ്പമില്ല, വന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും ഇല്ലേ? ആ സന്തോഷം നമ്മൾ അറിയിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോ പിന്നെ എന്നെ കടയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ജ്യൂസ് വാങ്ങി തന്നെന്ന് വിചാരിക്കാം, അത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം. അപ്പൊ ജ്യൂസ് വാങ്ങി തരുമ്പോ ഞാൻ എന്ത് പറയാണ്, ജ്യൂസ് വാങ്ങി തന്നു. സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. കാരണം എന്താണ്, എനിക്കൊരു ജ്യൂസ് വാങ്ങി തരില്ലേ. പക്ഷെ എനിക്ക് തോന്നുകയാണ് ഞാനിപ്പോ ആ സന്തോഷം അറിയിക്കുന്നത് മോശമാണോ, അങ്ങനെ തോന്നും. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആ സന്തോഷം നമ്മൾ അറിയിക്കണം. അത് നമ്മളെ പ്രകടനം മുഖത്ത് വേണം. അത് സംഭവം എല്ലാരും എന്താ ചെയ്യല്, ജ്യൂസ് വാങ്ങി തന്നു, ഇതൊക്കെ നമ്മളെന്നും കുടിക്കലാണ്, ഇതൊക്കെ എപ്പോഴും കുടിക്കാനുള്ള, നിങ്ങളല്ലെങ്കിൽ വേറെ ആൾ വാങ്ങി തരും. ആ രൂപത്തിലാണെങ്കിലോ ആ കൊടുക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വ്യക്തിത്വം നന്നാവാൻ വിശദീകരണവും അതുപോലെ തന്നെ വികാര പ്രകടനങ്ങളും ആവശ്യമുണ്ട്. പിന്നെ